ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമുക്കിന്ന് ഒക്ടോബർ മാസത്തിലെ 10-11 തീയതികളിലെ പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ നോക്കാം. വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ എന്നാണ്. വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ എന്നാണ് ഒക്ടോബർ 10. ഇപ്പോൾ വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ എന്നാണ്, ഒക്ടോബർ 10 വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ. ദേശീയ തപാൽ ദിനം എന്നാണ് ദേശീയ തപാൽ ദിനം? ഒക്ടോബർ 10. ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനം. ദേശീയ തപാൽ ദിനം ഒക്ടോബർ 10. വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേയും ഒക്ടോബർ 10. ലോക തപാൽ ദിനം എന്നാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിലെ. ലോക തപാൽ ദിനം എന്നാണ്? ഒക്ടോബർ 9. ഒക്ടോബർ 9 ലോക തപാൽ ദിനം. ദേശീയ തപാൽ ദിനം ഒക്ടോബർ 10. ഒക്ടോബർ 10 ഏഞ്ചൽ മേരിയിലേക്ക് 100 ദിവസം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഏഞ്ചൽ മേരിയിലേക്ക് 100 ദിവസം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? എം മുകുന്ദൻ. എം മുകുന്ദനാണ് ഏഞ്ചൽ മേരിയിലേക്ക് 100 ദിവസം എന്ന പുസ്തകം രചിച്ചത്. ഒളിമ്പിക്സ് മാതൃകയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ഒളിമ്പിക്സ് മാതൃകയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ ആണ് ഒളിമ്പിക്സ് മാതൃകയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ. 2025 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി എവിടെയാണ്? തിരുവനന്തപുരം. എവിടെയാണ്? തിരുവനന്തപുരം. 2025 തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന കേരള സ്കൂൾ ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നം എന്താണ്? 2025 തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന കേരള സ്കൂൾ ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നം എന്താണ്? തങ്കു എന്ന മുയൽ. എന്താണ്? തങ്കു എന്ന മുയലാണ്. 2024 കൊച്ചിയിൽ നടന്ന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം എന്താണ്? അത് തക്കുടു എന്ന് പറയുന്ന അണ്ണാനായിരുന്നു. തക്കുടു എന്ന് പറയുന്ന അണ്ണാനായിരുന്നു. ഒളിമ്പിക്സ് മാതൃകയിൽ ആണ് 2025 കായികമേള സംഘടിപ്പിക്കുന്നത്. 2025 കായികമേള സംഘടിപ്പിക്കുന്നത് എന്ത് മാതൃകയിലാണ്? ഒളിമ്പിക്സ് മാതൃകയിലാണ്. അപ്പോൾ 2025 ഭാഗ്യചിഹ്നം എന്താണ്? തങ്കു എന്ന് പറയുന്ന മുയൽ. തങ്കു എന്ന് പറയുന്ന മുയലാണ് ഭാഗ്യചിഹ്നം. 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹയായ വെനിസ്വേലൻ രാഷ്ട്രീയ നേതാവ് ആരാണ്? മരിയ കോറിന മച്ചാഡോ. ആരാണ്? മരിയ കോറിന മച്ചാഡോയ്ക്കാണ് 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. വെനിസ്വേലയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ നടത്തിയ സമാധാനപരമായ പോരാട്ടത്തിനാണ് അംഗീകാരം. എന്തിനാണ് അംഗീകാരം ലഭിച്ചത്? വെനിസ്വേലയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ നടത്തിയ സമാധാനപരമായ പോരാട്ടത്തിനാണ് അംഗീകാരം ലഭിച്ചത്. മറ്റ് നോബൽ പുരസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സമാധാനത്തിനുള്ള പുരസ്കാരം നൽകുന്നത് നോർവീജിയൻ നോബൽ കമ്മിറ്റിയാണ്. അപ്പം മറ്റു നോബൽ പുരസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സമാധാനത്തിനുള്ള പുരസ്കാരം നൽകുന്നത് ഏത് കമ്മിറ്റിയാണ്? നോർവീജിയൻ നോബൽ കമ്മിറ്റിയാണ് പുരസ്കാരം നൽകുന്നത്. അപ്പോൾ 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് മരിയ കോറിന മച്ചാഡോ. മരിയ കോറിന മച്ചാഡോയ്ക്കാണ് ലഭിച്ചത്. 2025 ഒക്ടോബറിൽ അന്തരിച്ച ആരോഗ്യ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറും ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ മുൻ ഡയറക്ടറുമായ വ്യക്തി ആരാണ്? 2025 അന്തരിച്ച ആരോഗ്യ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറും ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ മുൻ ഡയറക്ടറുമായ വ്യക്തി ആരാണ്? ഡോക്ടർ മോഹൻദാസ് ആണ്. ഡോക്ടർ മോഹൻദാസ്. 2025 ഒക്ടോബറിൽ ഫോബ്സ് പുറത്തിറക്കിയ സമ്പന്ന പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഒന്നാമതെത്തിയതാരാണ്? മുകേഷ് അംബാനി. കേരളത്തിൽ നിന്ന് ഒന്നാം സ്ഥാനം എം.എ. യൂസഫ് അലി. എം.എ. യൂസഫ് അലിക്കുമാണ്. വാട്സപ്പ് ഉപയോഗം മൗലിക അവകാശമല്ലെന്ന് നിരീക്ഷിച്ച കോടതി ഏതാണ്? വാട്സപ്പ് ഉപയോഗം മൗലിക അവകാശമല്ലെന്ന് നിരീക്ഷിച്ച കോടതി ഏതാണ്? സുപ്രീം കോടതി. ആദ്യമായി ഇന്ത്യ സന്ദർശിച്ച അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി ആരാണ്? ആദ്യമായി ഇന്ത്യ സന്ദർശിച്ച അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി? അമീർ ഖാൻ മുത്തഖി. ആരാണ്? അമീർ ഖാൻ മുത്തഖിയാണ് ആദ്യമായി ഇന്ത്യ സന്ദർശിക്കുന്ന അഫ്ഗാനിസ്ഥാനിലെ വിദേശകാര്യമന്ത്രി. അമീർ ഖാൻ മുത്തഖി. ആരാണ്? അമീർ ഖാൻ മുത്തഖിയാണ്. അമീർ ഖാൻ മുത്തഖി. ജർമ്മനിയിലെ ഹംബോൾട്ട് സർവകലാശാലയിലെ ഇൻഹെ ഹൈറിറ്റ് ഫെലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഡോക്ടർ മാളവിക ബിന്നിയാണ് ജർമ്മനിയിലെ ഹംബോൾട്ട് സർവകലാശാലയിലെ ഇൻഹെ ഹൈറിറ്റ് ഫെലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഡോക്ടർ മാളവിക ബിന്നി. കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിയുടെ ബാലാമണിയമ്മ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിയുടെ ബാലാമണിയമ്മ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഡോക്ടർ എം.എം. ബഷീറാണ്. ഡോക്ടർ എം.എം. ബഷീറിനാണ് പുരസ്കാരം ലഭിച്ചത്. അന്താരാഷ്ട്ര ബാലികാ ദിനം എന്നാണ്? അന്താരാഷ്ട്ര ബാലികാ ദിനം എന്നാണ്? ഒക്ടോബർ 11. ഒക്ടോബർ 11 അന്താരാഷ്ട്ര ബാലികാ ദിനമാണ്. 113ാമത് ജന്മദിനം ആഘോഷിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പുരുഷൻ ആരാണ്? 113ാമത് ജന്മദിനം ആഘോഷിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പുരുഷൻ ആരാണ്? ജോവോ മരീനോ നെറ്റോ. ആരാണ്? ജോവോ മരീനോ നെറ്റോ ആണ് 113ാമത് ജന്മദിനം ആഘോഷിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പുരുഷൻ എന്ന് പറയുന്നത്.
സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന 3ാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരം നടക്കുന്ന വേദി എവിടെയാണ്? സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന 3ാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരം നടക്കുന്ന നദി ഏതാണ്? ചാലിയാർ പുഴ. ചാലിയാർ പുഴയിലാണ് സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന 3ാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരം നടക്കുന്നത്. കിടപ്പ് രോഗികളുടെ പരിചരണത്തിനായി കുടുംബശ്രീ രൂപീകരിക്കുന്ന സാമൂഹിക അധിഷ്ഠിത പരിചരണ സേവകരുടെ സേന ഏതാണ്? സാന്ത്വനമിത്ര. അപ്പോൾ സാന്ത്വനമിത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? കിടപ്പ് രോഗികളെ പരിചരിക്കുന്നതിന് വേണ്ടിയിട്ട് കുടുംബശ്രീ രൂപീകരിക്കുന്ന സാമൂഹിക അധിഷ്ഠിത പരിചരണ സേവകരുടെ സേനയാണ് ഏതെന്ന് പറയുന്നത്? സാന്ത്വനമിത്ര എന്ന് പറയുന്നത്. എന്താണ് സാന്ത്വനമിത്ര എന്ന് പറയുന്നത്? രാജ്യത്ത് പെൺകുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ചർച്ച ചെയ്യാൻ 2 ദിവസത്തെ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി രാജ്യത്ത് പെൺകുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ചർച്ച ചെയ്യാൻ 2 ദിവസത്തേക്ക് കോൺഫറൻസ് സംഘടിപ്പിക്കുന്ന ആരാണ്? സുപ്രീം കോടതി. സംസ്ഥാന ബെവറേജസ് കോർപ്പറേഷൻ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? MR അജിത് കുമാർ. MR അജിത് കുമാറാണ് സംസ്ഥാന ബെവറേജ് കോർപ്പറേഷൻ ചെയർമാനായിട്ട് നിയമിതനായത്. സംസ്ഥാന ബെവറേജസ് കോർപ്പറേഷൻ ചെയർമാനായി നിയമിതനായത് ആരാണ്? MR അജിത് കുമാറാണ്. MR അജിത് കുമാറാണ് സംസ്ഥാന ബെവറേജസ് കോർപ്പറേഷൻ ചെയർമാനായി നിയമിതനായത്. MR ആരാണ്? അജിത് കുമാർ. MR അജിത് കുമാറാണ്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ ശാക്തീകരിക്കുന്നതിനായിട്ട് HLL ലൈഫ് കെയർ ലിമിറ്റഡ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ ശാക്തീകരിക്കുന്നതിനായി HLL ലൈഫ് കെയർ ലിമിറ്റഡ് ആരംഭിച്ച പദ്ധതി ഏതാണ്? പദ്ധതിയുടെ പേര് ഏതാണ്? ഏകത്വയാണ് പദ്ധതി. ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ ശാക്തീകരിക്കാനുള്ള പദ്ധതിയാണ് ഏകത്വ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് വിഭാഗത്തെയാണ്? ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ ശാക്തീകരിക്കാനുള്ള പദ്ധതിയാണ്. താങ്ക് യു. വീഡിയോ ഉപകാരപ്പെട്ട ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.